ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് പണികളൊക്കെ തുടങ്ങിയത്. ലീവാണെന്ന്. അപ്പോൾ ഇന്ന് രാത്രി നല്ല മഴ പെയ്താലപ്പോൾ രാവിലെ നോക്കുമ്പോൾ മുറ്റടിച്ചാലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ രാവിലെ തന്നെ ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ക്ലീനിങ്ങിനൊക്കെ ഇറങ്ങി. ജനൽ സ്കൂൾ ലീവുള്ള ദിവസം അതൊക്കെ നടക്കുള്ളൂ. നമ്മൾ പോകുമ്പോൾ സമയത്ത് എന്താണെന്ന് നടക്കില്ല. ഒരു ഓട്ടപ്പാച്ചിലാണല്ലോ. അപ്പോൾ ലീവുള്ള ദിവസമായതുകൊണ്ട് ഇന്ന് ഇങ്ങനത്തെ പണിക്ക് ഇറങ്ങിയതാണ്. ജനലും അതിലൊക്കെ തുടക്കലൊക്കെ എപ്പോഴും ഇങ്ങനെ പൊടി നല്ലോണം ഉണ്ടാവും. എപ്പോഴും തുടച്ചാലും റോഡ് സൈഡ് അതിനെക്കൊണ്ട് ഇതാണ്. അപ്പോൾ രാവിലെ തന്നെ ചായ കഴിഞ്ഞപ്പോൾ പണിക്കൊക്കെ ഇറങ്ങിയതാണ്. ചോറിൻ്റെ പണിക്കൊന്നും പോയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പോകാൻ വിചാരിച്ച് അങ്ങനെ തുടക്കലും ഒക്കെ കഴിഞ്ഞ് ഓരോരോ പണികൾ ഇങ്ങനെ തീർത്താണ്. പിന്നെ മഷയൊക്കെ തുടച്ച് അങ്ങനെ കഴിഞ്ഞപ്പോൾ പിന്നെ 12 മണി അങ്ങനെ ആയിട്ടുണ്ട്. കഴിയുമ്പോൾ പിന്നെയാണ് ചോറിൻ്റെ അതിനൊക്കെ പോയത്. പിന്നെ ഷോക്കേസിൽ ഒക്കെ ഒന്ന് തുടച്ചെടുത്ത് നല്ല പൊടിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചതായിരുന്നു. കുറേ ഒരാഴ്ച ആയിട്ട് ലീവില്ലേന്. അപ്പോൾ ഒന്ന് ലീവ് കിട്ടിയതാണ്. അപ്പോൾ ആ ലീവിന് അതൊന്ന് മുതലാക്കിയതാണ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്. അന്നത്തെ ദിവസം പിന്നെ മുറ്റത്ത് ഓരോ പണിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. മഴ പെയ്തിട്ട് മണ്ണൊക്കെ ഇങ്ങനെ പോയിട്ട് ഗ്യാസ്കളൊക്കെ റെഡിയാക്കലേന്. അങ്ങനെ മണ്ണൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഓരോ മുറ്റത്തെ പണി എടുക്കുന്നുണ്ട്. ഞാനിതാ പിന്നെ ക്ലീനിങ്ങിന് പണി. അങ്ങനെ ഇന്നത്തെ ദിവസം ഒരു ക്ലീനിങ് ഡേ ആയി. പിന്നെ അതാ ചോറിന് വെള്ളം വെച്ച്. ചോറ് എന്തായാലും അടുപ്പത്ത് തന്നെ വെക്കൽ. കറികളൊക്കെ ഒന്ന് ഗ്യാസ് മേലെ വെച്ചത്. ചോറ് മാത്രം അടുപ്പത്താണ് വെച്ചത്. പിന്നെ ചോറിനരിയൊക്കെ ഇട്ടങ്ങനെ അങ്ങനെ സമയത്ത് തന്നെ 1 മണിയാവാനായിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പായ ഉണ്ടായിരുന്നു. അതൊന്ന് ജ്യൂസ് അടിച്ച്. കാരണം ചോറ് കഴിക്കാൻ ലേറ്റ് ആകില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് കുടിക്കേണ്ട വിചാരിച്ചിട്ട് ജ്യൂസ് അടിച്ചതാണ്. കുടിച്ച്. പപ്പായ പാലൊന്നും ചേർത്തിയിട്ടില്ല. കാരണം പപ്പായ മാത്രം അടിച്ചതാണ്. പാലൊക്കെ ചേർത്ത് അടിക്കലുണ്ട്. പിന്നെ ഇപ്പം അങ്ങനെ മതി വിചാരിച്ച്. ചോറൊന്നുമല്ല പിന്നെ ദാഹത്തിൽ നിന്നുള്ളതിൽ ഇതാണ്. പിന്നെ പപ്പായ എടുത്ത് വെച്ച് ഞാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പച്ചടി വെക്കാൻ വേണ്ടിയിട്ട് അത് മുറിച്ചിട്ട് കുക്കറിൽ വെച്ചാൽ പിന്നെ തേങ്ങയൊക്കെ അരച്ച് കടുകൊക്കെ ഇട്ട് പിന്നെ ആദ്യം ഇത് കൂട്ടി അടിച്ച് പിന്നെ കടുക് ലാസ്റ്റായിട്ടത്. പിന്നെ തൈരെല്ലാം കൂട്ടി മിക്സാക്കി പിന്നെ അതിൻ്റെ വറവിടലൊക്കെ അത് കഴിഞ്ഞ് അങ്ങനെ പപ്പായൻ്റെ പച്ചടി റെഡിയായി. പിന്നെ ഞാൻ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് വെജിറ്റബിളെല്ലാം കട്ട് ചെയ്ത് വെച്ച് ഇതിന് പരിപ്പും ചേനയും കുക്കറിൽ ഒരു 2 ഇത് ആക്കിയിട്ടുണ്ട്. വിസിലടിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് വേവുള്ളതാണല്ലോ. പിന്നൊക്കെ ഒക്കെ ഇട്ട് മസാലകളൊക്കെ ഇട്ട് സാമ്പാർ പൊടിയെല്ലാം ഇട്ട് പിന്നെ തേങ്ങ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുരുമുളകും ജീരകം വെളുത്തുള്ളി ചെറിയ കറിവേപ്പിലൊക്കെ ഇട്ടാണ് തേങ്ങ വറവ് ചെയ്യൽ. അപ്പോൾ ലാസ്റ്റ് അതിൻ്റെ വറവ് ഇതുണ്ടായിരുന്നു. കടുകും ചുവന്ന മുളകും കറിവേപ്പിലയിട്ട് അത് വറക്കുന്നുണ്ടായിരുന്നു. ചോറൊക്കെ റെഡിയായി കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചതാണ്. അന്നത്തെ ഉച്ചഭക്ഷണം ഇതൊക്കെയായിരുന്നു. സാമ്പാർ, പച്ചടി, ബീറ്റ്റൂട്ട് അച്ചാർ, പപ്പടം, മീൻ പൊരിച്ചത്. ഓക്കെ, എല്ലാവരും കണ്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.